Hey, I'm Ammu. This is our cutie Chandler. So we had to go to Bangalore for a couple of days. So we had to leave him at a boarding. And then they called us from there actually saying that he was not eating anything. So that's when we remembered that we had heard about Gas Dog Foods, which is a completely organic brand of foods that is curated just for your puppies. So we ordered that and we were so happy to hear them tell us that. So we got it in an offer. If you buy it for 10 days, you get 1 day free food. And then I have to tell you that ഞങ്ങളിപ്പോൾ ഫുഡ് മേടിച്ചിട്ട് തുറക്കുമ്പോൾ തന്നെ ഈവൻ ഇഫ് ഹീസ് സ്ലീപ്പിംഗ് ഓർ ഇഫ് ഹീസ് പ്ലേയിങ് വട്ട് എവർ ഹി വാസ് ഡൂയിങ് ആ ഫുഡിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ അവൻ ഓടി വരുമായിരുന്നു. എൻ്റെ ഡോഗ് ലക്കി ചെറിയ പ്രായം തൊട്ട് അവന് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തിരുന്ന വെറ്റ് ഡോഗ് ഫുഡാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അതൊക്കെയും ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കഴിയുമ്പോൾ അവനത് മടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഹോംലി ഫുഡ് ഡെലിവറി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇവൻ ഞാൻ വരുന്നത് ഡൽഹി പോലെ ഒരു വലിയ സിറ്റിയിൽ നിന്നാണ്. ഡോഗിൻ്റെ ബ്രീഡും എല്ലാം കൺസിഡർ ചെയ്ത് അവർ അതിന് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം ആഡ് ചെയ്ത് ഒരു ഫുഡിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് അത് ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു പ്രാവശ്യം വാങ്ങിച്ചു. എൻ്റെ ലക്കിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവന് ആ ഫുഡിനോടുള്ള താല്പര്യം കാരണം ഇന്ന് ഞാനൊരു ഡെയിലി കസ്റ്റമറാണ്. നമസ്കാരം. ഞാനിന്നുള്ളത് കോട്ടയത്ത് ഇറഞ്ഞാലിനടുത്ത് കൊശമറ്റം ജംഗ്ഷനിലുള്ള ഒരു സംരംഭത്തിലാണ്. നമ്മൾ ഈ യൂട്യൂബ് ചാനലുമായിട്ട് ഫിനാൻഷ്യൽ ഗൈഡ് യൂട്യൂബ് ചാനലുമായിട്ട് നമ്മൾ ഇതിനോടകം തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സംരംഭകരെ പോയി കണ്ടിട്ടുണ്ട്. അവരൊക്കെ നമ്മളോട് പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഒരു സംരംഭം തുടങ്ങുമ്പോൾ അത് ആ നാടിനും കാലഘട്ടത്തിനും ആവശ്യമുള്ളതാണോ എന്ന് അന്വേഷിച്ച് വേണം, പഠിച്ചിട്ട് വേണം ഒരു സംരംഭം തുടങ്ങാൻ. അത്തരത്തിൽ നാടിനും കാലഘട്ടത്തിനും ആവശ്യമായ ഒരു സംരംഭം 3 ചെറുപ്പക്കാർ ചേർന്ന് തുടങ്ങിയ ഒരു സംരംഭം. ആ സംരംഭത്തിലാണ് ഞാനിന്നുള്ളത്. ഈ സംരംഭത്തിന് പിന്നിലുള്ള സംരംഭകരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് പരിചയപ്പെടുത്തിക്കുക രണ്ടുപേരും. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എൻ്റെ പേര് ഗോവിന്ദ്, സ്ഥലം കോട്ടയമാണ്. ഇവിടുത്തെ മെയിനായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരാളാണ്. എൻ്റെ പേര് സാരംഗ് എന്നാണ്. ഞാൻ ഗ്യാസിൻ്റെ മാർക്കറ്റിംഗ് ഹെഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം ഞാനൊരു വെൽനസ് ഗ്രൂപ്പിൻ്റെ പാർട്ടും കൂടാണ്. പിന്നെ ഒരു മാർക്കറ്റിംഗ് ഏജൻസി റൺ ചെയ്യുന്നുണ്ട്. പിന്നെ 3ാമത് ഒരാളും കൂടെ ഉണ്ട്. ആളുടെ പേര് അഭിജിത്ത് എന്നാണ്. അദ്ദേഹം ഡോക്ടറാണ്. ഒരു ആത്മാ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട്. അതെ, ഞങ്ങൾ 3 പേരും കൂടെയാണ് ഈ സംരംഭം റൺ ചെയ്യുന്നത്. ഇപ്പം എന്താണ് നിങ്ങളുടെ സംരംഭം? എന്താണ് നമ്മുടേത്? ഒരു ഡോഗ്സിനുള്ള ഒരു ഫ്രഷ് ഫുഡ്. നമ്മൾ മൈ ഡോഗ് ഈറ്റ്സ് ബെറ്റർ ദാൻ ഐ ഡു എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതായത് നമ്മൾ കഴിക്കുന്നതിലും ബെറ്റർ ആയിട്ടുള്ള ഫുഡ് നമ്മുടെ ഡോഗ്സിനുള്ളത്. നമ്മൾ ഡോഗിനുള്ള ഫുഡ് ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്ത് ഹോം ഡെലിവറി ചെയ്യുന്നൊരു ഫസ്റ്റ് വെഞ്ചർ ഇൻ കേരള. നമ്മൾ കറൻലി ചിക്കൻ കോംബോ പാക്ക് എന്ന് പറയുന്ന 100% ഓർഗാനിക് ആയിട്ടുള്ള ഫ്രഷ് ഫുഡാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. കോട്ടയത്ത് കഞ്ഞിക്കൂലാണ് നമ്മുടെ ഹബ്ബ് വരുന്നത്. നമ്മൾ കോട്ടയത്ത് 15 കിലോമീറ്റർ ചുറ്റളവിൽ 100% ഹോം ഡെലിവറി ഫ്രീ ആക്കി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. നിങ്ങളെങ്ങനെ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് വന്നത്? ഞങ്ങൾ 3 പേരും കൂടെ ഫ്രണ്ട്സാണ്. അപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിലേക്ക് വന്നു. അപ്പം ഞങ്ങൾക്ക് 2 പേർക്ക് ഡോഗ് ഉണ്ടായിരുന്നു. അപ്പം അവർ ചെറുപ്പം തൊട്ടേ ഇത് ഡ്രൈ ഫുഡ് കഴിച്ച് ശരീരത്തിൽ പല ടൈപ്പിലുള്ള അസുഖങ്ങളും അലർജികളും ഒക്കെ നേരിട്ട് വരുന്നൊരു അവസ്ഥയിലേക്കുണ്ടായി. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് ഒരു ഐഡിയ വന്നു. ഇത് മാത്രമല്ല, ഈ ഡ്രൈ ഫുഡ് കഴിച്ച് ഡോഗിൻ്റെ ലൈഫ് സ്പാനെ തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഫ്രഷ് ഫുഡ് എന്നുള്ള ആശയത്തിലേക്ക് എത്തി. പിന്നെ അതിനെ നമ്മളൊരു കൊമേഴ്ഷ്യലി ലൈസൻസ് എടുത്തൊരു സ്ഥാപനമാക്കി നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ്. ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മാസമായി. 3 മാസം. വളരെ മികച്ച നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ടാണ് കോട്ടയം ജില്ലയിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പേരെന്താണ്? സംരംഭത്തിൻ്റെ പേരെന്താണ്? നമ്മൾ കറൻലി ഗ്യാസ് എന്ന് പറയുന്ന ഫ്രഷ് ഫുഡാണ്. ചിക്കൻ കോംബോ പാക്ക് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് കറൻലി. എന്നുള്ള പേരെങ്ങനെ വന്നതാ? ഗ്യാസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ 3 പേരുടെയും ആദ്യത്തെ അതൊന്ന് പറഞ്ഞ പേരുകളൊന്ന് പറഞ്ഞേ. ഗോവിന്ദ്, സാരംഗ്, അഭിജിത്ത്. ഗോവിന്ദ്, അഭിജിത്ത്, സാരംഗ്. അങ്ങനെയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ആ പേര് കണ്ടുപിടിച്ചത്. ശരി, ഓക്കെ. അപ്പം എന്താ നമ്മൾ ഇവിടെ ചെയ്യുന്നത്? എന്താ, എങ്ങനെയാണ് ഈ ഫുഡിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ? നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫുഡിലേക്ക് വന്നത്? ഒരു കൺസൾട്ട് ചെയ്യാനോ മറ്റോ ഡോക്ടറോ അങ്ങനെ എന്തെങ്കിലും? നമ്മളൊരു വെറ്റിനറി ന്യൂട്രീഷന്റെ ഡോക്ടറായിട്ടുള്ള ആളുടെ കൺസൾട്ടേഷൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പുള്ളിയുടെ ഗൈഡൻസോട് കൂടി തന്നെയാണ് നമ്മൾ ഇതുവരെ പ്രവർത്തിച്ചു പോരുന്നത്. ഒപ്പം നമ്മൾ CFRD എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് ലാബോറട്ടറി കൊടുത്ത് നമ്മുടെ പ്രോട്ടീനും കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ലൈസൻസോട് കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഡോഗിനുള്ള എന്തുമാത്രം വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, കാർബോ എല്ലാം അടങ്ങിയിട്ടുള്ള
കറക്റ്റ് തോതിലുള്ള അളവിലുള്ള ഫ്രഷ് ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഓരോ ഏജിലുള്ള ഡോഗിനും ഏതൊക്കെ വൈറ്റമിൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ന്യൂട്രീഷൻസ് ആവശ്യമുണ്ടെന്ന് അദ്ദേഹമാണ് അല്ലേ? ഇതുകൂടാതെ തന്നെ നമ്മളിപ്പം സർജറി കഴിഞ്ഞിട്ടുള്ള ഡോഗ്സിനും അതുകൂടാതെ വെയിറ്റ് ഉള്ളതും വെയിറ്റ് കുറഞ്ഞ ഡോഗ്സിനും എല്ലാം അവർക്ക് ഇപ്പോൾ പ്രഗ്നന്റ് ആയിട്ടുള്ള ഡോഗ്സിനും ഒക്കെ വേണ്ട രീതി കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ഡോഗിനുള്ള ലോവർ വെയിറ്റ് ആയിട്ടുള്ള ഡോഗ്സിന് ലേശം വെയിറ്റ് വെക്കാനുള്ളതും ഓവർ വെയിറ്റ് ആയിട്ടുള്ളതിന് ലേശം വെയിറ്റ് കുറയ്ക്കാനുള്ളതും അലർജി ഉള്ള ഡോഗിന് ഡയറ്റ് നമ്മൾ പ്രത്യേകം സെറ്റ് ചെയ്യും. ഓരോരുത്തരുടെയും നേച്ചർ അനുസരിച്ചുള്ളതാണ് അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാ ഇത് കുക്ക് ചെയ്യുന്നത്? എങ്ങനെയാ എന്തൊക്കെയാണ് നമ്മൾ കറന്റ് നമ്മൾ ഇതുവരെ നമുക്കിപ്പോൾ ഒരു ആപ്പ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറന്റ് നമ്മളൊരു 12-1 മണി വരെയുള്ള ടൈമിൽ നമ്മൾ പ്രീ ഓർഡർ ആയിട്ട് നമുക്ക് കൂടുതൽ മന്ത്ലി കസ്റ്റമേഴ്സ് ആണ്, അതല്ലാതെ ഉള്ള കസ്റ്റമേഴ്സ് പ്രീ ഓർഡർ ആയിട്ട് എടുത്തിട്ട് അവർക്ക് വേണ്ടിയുള്ളത് രാവിലെ ഒരു നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഒരു 3 മണി to 5 മണി ടൈമിന് ഡെലിവറി ചാർട്ട് ചെയ്യുന്നു. ഒരു 5 o'clock ശേഷം ഒരു 7 മണിക്ക് മുമ്പായിട്ട് കോട്ടയത്ത് 15 കിലോമീറ്ററിൽ നമ്മൾക്ക് ഡെലിവറി ബോയ് ഉണ്ട്, അവർ വീട്ടിൽ ഫുഡ് എത്തിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഓർഡർ എടുക്കുന്നത് എങ്ങനെയോ? വെബ്സൈറ്റ് ആണോ, ആപ്പാണോ, വാട്സാപ്പിലാണോ, എങ്ങനെയാണ്? നമ്മളിപ്പോൾ വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ വാട്സപ്പ് ഉപയോഗിച്ചിട്ടാണ് ഓർഡർ എടുക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു വെബ്സൈറ്റ് ഓൾറെഡി റെഡിയാണ്. ഇനിയിപ്പോൾ ഒരു ആപ്ലിക്കേഷനും കൂടെ ഒരുമിച്ച് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ ഈ സംരംഭം ഒരു മാസത്തിനുള്ളിൽ തന്നെ കൊച്ചിയിലേക്കും ബാംഗ്ലൂരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള പ്ലാനും കൂടെയാണ്. അങ്ങനെ ചെയ്യാനുള്ള പരിപാടി. ഇവിടെ നമ്മൾ എങ്ങനെയാണ്, നിങ്ങൾ ചിക്കൻ കോംബോ പാക്ക് ആണെന്ന് പറഞ്ഞു, അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് ചിക്കനൊക്കെ സംഭരിക്കുന്നത്? നമ്മൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള കോട്ടയത്തെ ലൈസൻസ്ഡ് നിന്നാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് അത് ചിക്കൻ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ബോൺലെസ് ആണ് എടുക്കുന്നത്. നമ്മൾ എടുക്കുന്നത് ബോൺലെസ് അല്ല, അത് നോർമൽ ഫ്രഷ് ചിക്കൻ തന്നെ, ഫ്രഷ് അതായത് ദിവസമുള്ള ഫ്രഷ് ചിക്കൻ, ലൈവ് ചിക്കൻ ആണ് നമ്മൾ എടുക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ചിക്കനും ബോയിൽഡ് റൈസും വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതാത് ദിവസമുള്ള വെജിറ്റബിൾസ് നമ്മൾ എല്ലാ ദിവസവും അതാത് ദിവസങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഈ കോംബോയിൽ ഒന്നുകൂടെ പറയുമോ, കോംബോയിൽ എന്തൊക്കെയാണ് വരുന്നത്? ചിക്കൻ വരുന്നുണ്ട്, വെറൈറ്റി കോമ്പിനേഷൻ ഓഫ് വെജിറ്റബിൾസ്. അതായത് ആ വെജിറ്റബിൾസ് തന്നെ ഒരുപാട് കണ്ടന്റ് ഉണ്ട്. അതിൽ ഈ ഡോഗ്സിന് അലർജിക് ആയിട്ടുള്ള ഇതുണ്ട്, അതെല്ലാം മാറ്റിക്കൊണ്ട് ഡോഗിന് കഴിക്കാൻ 100% കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് മാത്രം. അത് വെറൈറ്റി കോമ്പിനേഷൻ, പിന്നെ ബോയിൽഡ് റൈസ്, പിന്നെ ഫ്രൂട്ട്സ് വരുന്നൊരു കോമ്പിനേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ചിക്കൻ ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ബോയിൽഡ് റൈസ് ഉണ്ട്. 4 ഐറ്റംസ് അല്ലേ? 4 ഐറ്റംസ്. ഏതൊക്കെ തൂക്കത്തിലാണ് നമുക്ക് പാക്കറ്റ്? നമ്മൾ കറന്റ് ഡോഗിനെ 3 ആയിട്ടാണ് കാറ്റഗറി ചെയ്യുന്നത്. സ്മോൾ, മീഡിയം, ലാർജ് സൈസിലാണ്. സ്മോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഷിറ്റ്സു, ലസാപ്സോ, പഗ് പോലുള്ള ചെറിയ സൈസ് ഡോഗ്. പിന്നെ മീഡിയം സൈസാണ് ഈ ജർമ്മൻ ഷെപ്പേർഡ്, ലാബ്രഡോർ ഒക്കെ വരുന്നത്. ഏറ്റവും വലിയ സൈസ് ഗ്രേറ്റ് ഡാനിഷ് സെന്റ് ബെർണാർഡ്. ഈ സ്മോൾ സൈസിനെല്ലാം 300 ഗ്രാമിൻ്റെ ഒരു പാക്കും, മീഡിയം സൈസിനെല്ലാം ഏകദേശം 1 kg ഒരു പാക്കും, പിന്നെ ഈ ഏറ്റവും ഹ്യൂജ് ആയിട്ടുള്ള ഡോഗ്സിനെല്ലാം 1.5 kg ഒരു പാക്കുമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് എങ്ങനെയാണ്? ഏകദേശം 8 hours ആണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് മാക്സിമം 8 hours ആണ് നമുക്ക് ഷെൽ ലൈഫ് കിട്ടുന്നത്. അതായത് കുക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് 8 മണിക്കൂറിനുള്ളിൽ നമ്മൾ സെർവ് ചെയ്യണം. നമ്മൾ അതാത് ദിവസമുള്ള ഫ്രഷ് ഫുഡ് എത്തിക്കുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നമ്മുടെ പാക്ക് പോലും ആ ഒരു രീതി, അതായത് ഡോഗിന് കഴിക്കേണ്ട ആ ഒരു ബൗൾ പോലും നമ്മൾ അതേ രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനെയാണ്. ഇത് നമ്മുടെ കണ്ടെയ്നറുകളാണോ അല്ലേ? ഇത് നമ്മൾ ഫുഡ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. എത്ര കിലോയുടെയാ? ഇത് 1 kg, ഇത് 300 ഗ്രാമിന്റെ. ഒരു ഇതൂടെ കാണില്ലേ? 1.5 കൂടെ ഉണ്ട്. ഓക്കെ. ഇത് എന്താ നമ്മുടെ മൈക്രോവേവിന് പറ്റുന്ന പ്ലാസ്റ്റിക്, ഫസ്റ്റ് ക്വാളിറ്റി പ്ലാസ്റ്റിക്. അത് ശരി, അടിപൊളി കേട്ടോ. ചെറിയ നിസ്സാര പ്ലാസ്റ്റിക്കിലൊന്നുമല്ല, ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കില് മൈക്രോവേവിനും കൂടെ പറ്റുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലാണ് കൊടുക്കുന്നത്. റീയൂസബിൾ ആണ്, ഡോഗുകൾക്ക് പെട്ടെന്ന് കഴിക്കാൻ തന്നെ. അവർക്ക് ഇപ്പോൾ പാത്രം, അപ്പൊ ഇതോടെ വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാതെ ഇതേപടി ഇങ്ങനെ തുറന്നു വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ സാധനം മേടിക്കുന്ന ആളുകൾ ഇത് നായ്ക്കളുടെ മുമ്പിൽ കൊണ്ട് ഇത് തുറന്നു വെച്ച് അങ്ങനെ കൊടുത്താലും ട്രാവൽ ചെയ്യുന്ന ഇപ്പോൾ റോഡിലൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പോലും എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ സംഭവം ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ ഇവിടെ വന്ന് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പൊ ഫസ്റ്റിലി ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കോട്ടയത്ത് വന്നപ്പോൾ ഇത് ഫേക്ക് ആണോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നൊക്കെ നമ്മുടെ ഇതിൽ ബോധ്യപ്പെടാൻ വരുന്ന ഒത്തിരി പ്രീമിയം ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് കോട്ടയത്ത്. അപ്പം ഡോഗിന് അതുപോലെ ഇഷ്ടപ്പെട്ട് സ്വന്തം വീട്ടിൽ ഒരു അംഗത്തെ പോലെ വളർത്തുന്ന കസ്റ്റമേഴ്സ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം അത്രയും കെയർ ചെയ്തിട്ടാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പം അവരിവിടെ വന്നിട്ട് ഇത് കണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് ഒക്കെ വാങ്ങിച്ച ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അവരിവിടെ വന്ന് ഇതൊക്കെ നിങ്ങളുടെ ഈ രീതിയും ഇവിടുത്തെ കുക്കിംഗും ഒക്കെ കാണുമ്പോഴത്തേന് എന്താ അവർക്കൊരു, അവരിപ്പോ നമ്മുടെ മന്ത്ലി കസ്റ്റമേഴ്സാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സ്. ഗ്രേറ്റ്. ഇവിടെ നമ്മൾ ചിക്കന് മിൻസ് ചെയ്യുന്ന അരയ്ക്കുന്ന കണ്ടായിരുന്നു. അങ്ങനെ അരച്ചു കൊടുക്കുന്നതുകൊണ്ടുള്ള നേട്ടം എന്താ? ഈ
ചിക്കൻ കംപ്ലീറ്റ്ലി മിൻസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം വലിയ നമ്മളെ എല്ലാവരുടെ ഉള്ളിലൊരിതാണ് ഡോഗ് കാർണിവറസ് ആണല്ലോ, ഡോഗ് ഇത് കഴിച്ചോളൂല്ലോ എന്നുള്ളത്. അങ്ങനെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ ടൈപ്പ് ഡോഗുകളുണ്ട്, ഈ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ സ്മോൾ സൈസ് ലസാപ്സോ ടോയ് അതുപോലുള്ള ഡോഗുകൾ. അപ്പോൾ അവരുടെ ഉള്ളിൽ ഈ ചിക്കൻ എല്ല് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഈ ഇൻഡസ്റ്റൈനിൽ കയറിയിട്ട് ബ്ലഡ് ഇത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനും കൂടെ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ചിക്കനെ മിൻസ് ചെയ്യുവാണെങ്കിൽ അത് സ്മൂത്തായിട്ട് അവരിൽ ഡൈജഷന് എളുപ്പമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളങ്ങനെ ഇത് ചെയ്തത്. എല്ലാ ഡോഗ്സിനും എല്ലാ കഴിക്കാൻ എല്ലിന്റെ പൊടികളൊക്കെ ചെന്നിട്ട് ഇൻഡക്ഷനിൽ കൊണ്ടുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കാം. എല്ല് കൊണ്ടിട്ട് എല്ലിൻ്റെ ചെറിയ എല്ല് കൊണ്ടിട്ട് ഇൻഡക്ഷനിൽ വരുന്ന എന്തെങ്കിലും ഒരു മുറിവുണ്ടായ അങ്ങനെ വരാനുള്ള സാധ്യത ഒഴിവാക്കാൻ സാധിക്കും. ഈ ഗ്യാസിൻ്റെ ഈ പ്രോഡക്റ്റ് നമുക്ക് വാങ്ങിച്ച് വെച്ച് ഇപ്പം 8 മണിക്കൂറാണ് അതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു. ഫ്രീസറിലോ അല്ല ഫ്രിഡ്ജിലോ ഒക്കെ വെച്ചിട്ട് പിന്നീട് ഇച്ചിരി ഇപ്പം അടുത്ത ദിവസം കൊടുക്കാൻ അങ്ങനെ പറ്റുന്നതാണോ? നമ്മളങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഫ്രഷ് ഫുഡ് ആയിട്ട് തന്നെ അതാത് ദിവസം എത്തിക്കാൻ എപ്പോഴും ഫ്രഷ് കഴിക്കുന്നത് നമ്മൾ ആ ഒരു കൾച്ചർ, അതായത് ഇപ്പോൾ ഡോഗ് ഇവർക്ക് നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഈ പല ടൈപ്പിലുള്ള അസുഖങ്ങളും അലർജികളും ഡ്രൈ ഫുഡ് കഴിച്ചുണ്ടാകുന്നെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കഴിക്കുന്ന ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് നമ്മുടെ ഡോഗ്സിന് കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ഒരു അവയർനെസ് കൂടെയാണ് നമ്മൾ സമൂഹത്തിലേക്ക് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പം നിങ്ങൾക്ക് 2 പേർക്കും ഡോഗ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഈ ഡോഗ്സിന് ഫുഡ് കണ്ടെത്തുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഏതെങ്കിലും കാലത്ത് ഉണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ ആ ഡോഗ് മേടിച്ച ടൈം മുതലേ നമ്മൾ സ്കിൻ അലർജീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ വെജ് മാത്രമാണ് കുക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഇതിനൊക്കെ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ചെല്ലുന്നില്ല, കാര്യങ്ങളില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാൻ മേടിച്ച് കൊടുത്ത് കുക്ക് ചെയ്ത് അവർക്കും ബുദ്ധിമുട്ടാവാറുണ്ടായിരുന്നു. അപ്പം ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭം എന്നുള്ള കാര്യത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളെ ഇവിടുത്തെ ഒരു മൊത്തത്തിലൊരു ശുചിത്വം, ഒരു ഹൈജീൻ പാലിക്കുന്നതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്? നമ്മൾ അതാത് ദിവസമുള്ള ഫ്രഷ് ഫുഡാണ് ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ പാത്രങ്ങൾ ക്ലീൻ ചെയ്യുക, അതെല്ലാം വളരെ ഹൈജീനിക്കോട് കൂടി തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പിന്നെ അതാത് ദിവസമുള്ള ഹോട്ട് വാട്ടർ അതും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് കംപ്ലീറ്റ് പാത്രം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകുന്നത്. ഇവിടെ അതായത് മനുഷ്യർക്ക് കൊടുക്കുന്ന ഹൈജീനിക്കിൻ്റെ കാര്യത്തിൽ തന്നെ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പാലിച്ചു പോകുന്നത്. ഇപ്പം നമുക്ക് ശരാശരി ഒരു ദിവസം എത്ര പാക്കറ്റ് നമുക്ക് സെയിലാവുന്നുണ്ട്? നമുക്ക് ഏകദേശം ഒരു 30-40ഓളം ഓർഡേഴ്സ് നമുക്ക് ഡെയിലി. അപ്പം അതൊന്ന് 30-40 ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര കിലോ നമുക്ക് 3 കാറ്റഗറിയിലും വ്യത്യസ്തമായിട്ടാണ് വരാറ്. 20ഓളം കിലോയുടെ ഓർഡർ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു? ഇതിൻ്റെ മാർക്കറ്റ് എങ്ങനെ കണ്ടെത്തും, ആരെങ്കിലും വാങ്ങാൻ വരുമോ തുടങ്ങിയ അങ്ങനെ എന്തെങ്കിലും ആശങ്കകൾ, അല്ലെങ്കിൽ ഇനി നാട്ടുകാർ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമോ? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും കുറേ കാര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഏതൊരു സംരംഭകനും ഉറപ്പായിട്ടും ലൈസൻസിന്റെ കാര്യങ്ങൾക്കാണെങ്കിലും ഇപ്പം ഈ ഭക്ഷണത്തിന്റെ ക്രമീകരണത്തിന്റെ കാര്യത്തിനാണെങ്കിലും ഇതിന്റെ എങ്ങനെ കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലും ഞങ്ങൾ ഒരു 1.5 വർഷത്തോളം ഇതിനു വേണ്ടിയിട്ട് സ്റ്റഡീസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ പഠനങ്ങൾ? എങ്ങനെയായിരുന്നു? നമ്മുടെ വെറ്ററിനറി ന്യൂട്രീഷനിലെ ഡോക്ടർ സപ്പോർട്ടോടുകൂടി തന്നെ നമ്മൾ അതിന് വേണ്ടുന്ന എന്തൊക്കെയാണ് ഇപ്പം ഒരു 30ഓളം ഡോഗ് നമുക്ക് ഭക്ഷണം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കൊടുത്ത് അതിന് തന്നെ ഒരു 3 മാസത്തോളം എടുത്ത് നമ്മൾ ഭക്ഷണം അവർക്ക് കൊടുത്ത് അതിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് അവരിൽ നിന്ന് തന്നെ ഡോഗ് ഓണേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്ന് തന്നെ ആ സപ്പോർട്ടോടുകൂടി തന്നെ നമ്മൾ അതിനകത്ത് സ്റ്റഡി ചെയ്തു. പിന്നെ ലൈസൻസ് കാര്യങ്ങൾക്കെല്ലാം പഞ്ചായത്തിൽ നിന്നാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ അതായത് നിയമങ്ങൾ പാലിച്ച് നമ്മൾ ടൈം എടുത്തു. എന്നാൽ നമുക്കതെല്ലാം ചെയ്യാൻ പറ്റും. പഞ്ചായത്തിൽ ഇത് പഞ്ചായത്താണ്? ഇത് വിജയപുരം പഞ്ചായത്ത്. വിജയപുരം പഞ്ചായത്തിന് ഇതിന്റെ ലൈസൻസിന് വേണ്ടിയിട്ട് നമ്മൾ സമീപിച്ചപ്പോൾ അവരുടെ ഒരു സമീപനം നല്ല സപ്പോർട്ടായിരുന്നു അല്ലേ? മികച്ച രീതിയിലുള്ള ഹെൽപ്പ് പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും നമുക്ക് ലഭിക്കുകയായിരുന്നു. കോട്ടയത്ത് നിന്ന് നിയമപരമായിട്ടും പിന്നെ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിന് മുമ്പ് നടത്തിയെന്ന് പറഞ്ഞാൽ ആ കസ്റ്റമേഴ്സ് അവരുടെ ഡോഗിന്റെ ഒരു 6 മാസത്തോളം അവരുടെ പൂപ്പും കാര്യങ്ങളും ഇതെല്ലാം സ്റ്റഡി ചെയ്ത് പിന്നെ കേന്ദ്ര സ്ഥാപനമാണ് CFRD. അപ്പൊ അവിടുന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത്. വേറെ എത്ര ജീവനക്കാർ? ഇവിടെ 2 സ്റ്റാഫാണുള്ളത്. ഇത് കൂടാതെ ഡെലിവറി സ്റ്റാഫും ഉണ്ട്. അങ്ങനെയാണ് 3 പേരുണ്ട്. ഡെലിവറി ടെമ്പററി മീൻസ് അവർ ഡെലിവറി മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കോട്ടയത്തെ പ്രധാനപ്പെട്ട ഈ നായ് വളർത്തൽ ആളുകളെ അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റി 3 പേർക്ക് തൊഴിലും കൊടുക്കാൻ ഭാഗ്യം കൊണ്ട്. തീർച്ചയായിട്ടും വളരെ വലിയ കാര്യമാണ്. 3 ചെറുപ്പക്കാർ ചേർന്ന് തുടങ്ങിയ ഒരു സംരംഭം 3 മാസമേ ആയിട്ടുള്ളൂ.
അപ്പം ഇതിനോടകം തന്നെ വളർത്തുനായ്ക്കളുള്ള ആളുകളുടെ ഒരു സ്നേഹവും വിശ്വാസവും പിടിച്ചു പറ്റാൻ പറ്റി, 3 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റി. ചെറിയ കാര്യമല്ല, വളരെ വലിയ കാര്യമാണ്. കോട്ടയത്തെ ആൾക്കാർ വളരെ മികച്ച രീതിയിൽ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അനുഗ്രഹമാണ്. ഈ 3 ചെറുപ്പക്കാരുടെ സംരംഭത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കൊക്കെ ഒരു അഡൽട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരാൾ മുതൽ ഒരു അഡൽട്ടിന് വരെ അവരുടെ വ്യക്തി ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ട് വരുന്ന പോഷകം അത് ഉറപ്പാക്കാനായിട്ട് നമ്മൾ നമ്മുടെ ഡെയിലി മീലിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ശ്രദ്ധിക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മൾ വീട്ടിൽ അരുമയായി വളർത്തുന്ന നായ്ക്കൾക്കുള്ള ഫുഡിലും ഇന്ന് ശ്രദ്ധിക്കുന്നത്. മൃഗസ്നേഹികൾ, പ്രത്യേകിച്ച് നായ് സ്നേഹികൾ ശ്രദ്ധിക്കുന്നത്. ആ ഒരു വിപണി മനസ്സിലാക്കിയാണ് സ്വന്തം അനുഭവത്തിൻ്റെ കൂടെ വെളിച്ചത്തിൽ ഈ 3 ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു സംരംഭവുമായിട്ട് രംഗത്തിറങ്ങിയത്. അവരുടെ യൂണിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. വളരെ വൃത്തിയായിട്ട്, യാതൊരുവിധ ദുർഗന്ധമോ മറ്റ് മാലിന്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ വൃത്തിയായിട്ട് നല്ല കണ്ടെയ്നറിൽ പാക്ക് ചെയ്ത് കൃത്യസമയത്ത് 8 മണിക്കൂറിനുള്ളിൽ കഴിക്കാൻ പാകത്തിൽ, അതിനുള്ളിൽ കഴിച്ചിരിക്കണം, ആ കഴിക്കാൻ പാകത്തിൽ നായ്ക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംരംഭമാണിത്. ഇവരുടെ അടുത്ത ഒരു സ്വപ്നം എന്ന് പറയുന്നത് വൈകാതെ തന്നെ 1-2 മാസത്തിനുള്ളിൽ തന്നെ കൊച്ചിയിലും ബാംഗ്ലൂരിലും ഇവരുടെ ഒരു ഹബ്ബ് തുടങ്ങുക എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഇന്ന് നമ്മൾ സ്വിഗ്ഗിയെ സൊമാറ്റോയൊക്കെ ഫുഡ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് പോലെ നായ്ക്കൾക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഫുഡ് ഡെലിവറി ആപ്പ് കൂടി ഈ ചെറുപ്പക്കാരുടെ സ്വപ്നമാണ്. അതിൻ്റെ പണിപ്പുരയിലാണ് അവരുള്ളത്. എന്തായാലും ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആ ആപ്പും പ്രവർത്തന സജ്ജമാകും. എന്തുതന്നെയായാലും ഈ 3 ചെറുപ്പക്കാർക്കും ഇവരുടെ സംരംഭത്തിനും ഇവരുടെ വരാനിരിക്കുന്ന വികസന പദ്ധതികൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. അപ്പം എല്ലാ ആശംസകളും കേട്ടോ, ഗംഭീരമാവട്ടെ. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഫുഡ്, നല്ലൊരു കൺസെപ്റ്റാണ്, പുതിയൊരു ഇന്നോവേറ്റീവ് ഐഡിയ. ഇപ്പം നമുക്ക് വീടുകളിലാണെങ്കിലും പെട്ടെന്ന് ഒരു ആർക്കെങ്കിലും എന്തെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ ഫുഡ് എത്തിച്ചു തരുന്നുണ്ട്. അതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ഇത് ഞങ്ങൾക്ക് ഇവിടെ ബോർഡിങ്ങിൽ വരുന്ന ഇവർക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഞങ്ങളിത് കൊടുക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല ഫുഡാണ് അല്ലേ. Actually, to be very honest, full meal. Because it has everything, non-veg ആയാലും വെജീസ് ആയാലും ഫ്രൂട്ട്സ് സഹിതം എല്ലാം. അപ്പോൾ അതൊരു പ്രോപ്പർ മീൽ തന്നെയാണ്. ശരിക്കും അത് നല്ലൊരു ഇൻവെൻഷനാണ് ആക്ച്വലി, ഇങ്ങനെ ഒരു ഡോഗ്സിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും ഇത്ര പെട്ടെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഡോഗ്സിൻ്റെ കാര്യം ഫുഡ് ആര് കൊടുക്കും അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. എല്ലാവരും നമുക്ക് ഇവരെ വിളിച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റ് ടൈമിൽ കൊണ്ട് ഡെലിവറി ചെയ്തോളും. സംഗീത് എൻ്റെ ഒരു ബോക്സർ ഫീമെയിൽ ഡോഗാണ്. എബോവ് 3 years ആയി. എൻ്റെ വീട്ടിൽ വെജ് മാത്രം കുക്ക് ചെയ്യുന്നതുകൊണ്ട് അവൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഞാനപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ചിക്കൻ മേടിച്ച് കുക്ക് ചെയ്ത് അവൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഞാൻ ഗ്യാസ് ഡോഗ് ഫുഡിൻ്റെ വീഡിയോ കാണുന്നതും അവരിലൂടെ അവരുടെ കോംബോ പാക്കിനെ പറ്റി അറിയുന്നതും. 1 മാസത്തെ അവളെ ബ്രാൻഡഡ് ഡ്രൈ പെറ്റ് ഫുഡ് മേടിക്കുന്നതിൻ്റെ കോസ്റ്റ് തന്നെ എനിക്കും അതിലും ആകുന്നുള്ളൂ. ഗ്യാസ് ഡോഗ് ഫുഡിൽ അവൾ കംഫർട്ടബിളുമാണ്, ഹാപ്പിയുമാണ്.